അനുജന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറി ഓടിച്ചു പഠിച്ചപ്പോൾ ദീപയ്ക്ക് ഒരു മോഹം. ഒരു തവണ ബസ്സിന്റെ വളയം പിടിക്കണം. ഒട്ടും വൈകിയില്ല. കുറച്ചു കാലത്തെ പരിശീലനത്തിന് ശേഷം ഹെവി ലൈസൻസ് സ്വന്തമാക്കി. അങ്ങനെ അനുജൻ ഗോപുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ ബസ്സിന്റെ സാരഥിയായി. ഞാൻ ഈ ഫീൽഡിലോട്ട് വന്ന് അനിയനും ഫ്രണ്ടെല്ലാം വണ്ടി എടുക്കുന്ന കണ്ടിട്ട് വീട്ടിൽ വണ്ടി സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി പറ്റുന്നുണ്ട്, അങ്ങനെ വന്നതാണ്. എല്ലാവരും ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കണം എന്നാണ് ആഗ്രഹം. കാരണം നമ്മളെ ആവശ്യത്തിനെല്ലാം പുറത്ത് പോകാമല്ലോ, ആരും ആശ്രയിക്കണ്ടല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം പോവാമല്ലോ. ആദ്യഘട്ടത്തിൽ പലർക്കും ആശങ്കയും സംശയങ്ങളുമായിരുന്നു. എന്നാൽ പോകെ പോകെ അത് ആരാധനയായി മാറി. യാത്രക്കാരുടെ നല്ല അഭിപ്രായമാണ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്, നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്കും ലൈസൻസ് എല്ലാം ഉണ്ട്, എടുക്കാൻ പറ്റുന്നില്ല, കാണുമ്പോൾ ധൈര്യമാണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും ആകാംക്ഷയോടെ എല്ലാ നോട്ടവും എല്ലായിട്ട് നല്ല പ്രതികരണമായിരുന്നു. തുടക്കത്തിൽ ഇടവിട്ട ദിവസങ്ങളിലായിരുന്നു ഡ്യൂട്ടി. പിന്നീട് അത് സ്ഥിരമായി മാറി. കുടുംബത്തിന്റെ പിന്തുണയും ദീപയുടെ യാത്രകൾക്ക് ഇന്ധനമായി മാറി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് തത്സമയം. സാരംഗ്, ശരിക്കും സ്ത്രീകൾക്കൊരു അഭിമാനം തന്നെയാണ് ദീപ. കാരണം സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല, എപ്പോഴും വാഹനം ഓടിച്ചാലും അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ചീത്തപ്പേരൊക്കെയുണ്ട്. അത് ചില പുരുഷന്മാർ മാത്രമായി ഉണ്ടാക്കിയെടുത്തതുമാണ്. ഹെവി വെഹിക്കിൾ വാഹനങ്ങളൊന്നും ഓടിക്കാൻ ഒരു സ്ത്രീയെ കൊണ്ടും പറ്റില്ല എന്നുള്ളൊരു അഹങ്കാരവുമുണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റി തന്നിരിക്കുകയാണ് ദീപ. അപ്പോൾ ദീപയുടെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ പറയൂ. നമ്മുടെ നാട്ടിലൊരു പൊതുധാരണയുണ്ടല്ലോ, ചില തൊഴിൽ മേഖലകൾ സ്ത്രീകൾക്കുള്ളതാണ്, ചില തൊഴിൽ മേഖലകൾ പുരുഷന്മാർക്കുള്ളതാണ്. എന്നാൽ അതിനെയൊക്കെ തന്നെ മാറ്റം വരുന്നു അല്ലെങ്കിൽ മാറി തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാസർഗോഡ് നിന്നും കാണാൻ സാധിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലൊക്കെ തന്നെ ചിലപ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ചയായിരിക്കും. പക്ഷേ നമ്മുടെ കാസർഗോഡിനെ സംബന്ധിച്ച് അതൊരു പുത്തൻ കാഴ്ചയാണ്. ഒരു ചേച്ചി, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ഒരു ചേച്ചി ഡ്രൈവറായിട്ട് മുന്നോട്ടേക്ക് വരുന്നു. അതും സാധാരണ ഡ്രൈവറല്ല, ഒരു ബസ് ഡ്രൈവറായിട്ട്. അതൊരു സാധാ റൂട്ടുമല്ല. കാരണം ആ നാട്ടുകാർക്കറിയാം, ബന്തെടുക്ക റൂട്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ തോന്നുന്ന ഒരു റൂട്ടാണ്. കാരണം അത്രത്തോളം ഒരു കരിച്ചേരി ചുരം എന്നൊക്കെ പറയുന്ന ചെറിയൊരു ചുരമൊക്കെ ഉണ്ട് ആ വഴിക്ക് പോകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള മലയോരത്തോടുള്ള ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് ചേച്ചി ഇപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 2 വർഷക്കാലമായി. സാധാരണ സ്ത്രീകൾ ഹെവി ലൈസൻസ് എടുക്കുന്നതിന് പൊതുവെ കുറവാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ദീപ ചേച്ചി ഹെവി ലൈസൻസ് എടുക്കുന്നതും പിന്നീട് ടിപ്പർ ലോറി അടക്കമുള്ള വാഹനങ്ങൾ ഓടിച്ച് പരിശീലിക്കുന്നതും അതിനുശേഷം പിന്നീട് ബസ്സിലേക്ക് എത്തുന്നതും. നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മാത്രമല്ല അവിടെ നിന്നൊക്കെ തന്നെ നാട്ടിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ ഇതൊരു മോട്ടിവേഷനായി മാറുന്നുണ്ട്, ഒരു മാതൃകയായി മാറുന്നുണ്ട്. അപ്പോൾ ദീപ ചേച്ചിയെ പോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഒരു തൊഴിൽ മേഖലയും സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, ഒരു തൊഴിൽ മേഖലയും പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല, എല്ലാ തൊഴിൽ മേഖലയും എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരു സന്ദേശം, ഒരു ആശയം ദീപ എല്ലാവർക്കും ഒരു മാതൃകയാണ്.